आज केरल में युवाओं का पलायन सबसे बड़ी चिंता बन चुका है। केरल में रोजगार के लिए यहां इंडस्ट्री लगाने की जरूरत है। रोजगार के लिए जरूरी है कि यहां सर्विस सेक्टर बढ़े, स्टार्टअप्स को जगह मिले, स्किल को सही वैल्यू मिले। लेकिन इन सब के आगे केरल में सबसे बड़ी दीवार है करप्शन और दूसरी दीवार है कम्युनलिज्म। जब यहां करप्शन और कम्युनलिज्म की दीवार टूटेगी तभी केरल का विकास होगा। और इसके लिए आपको एलडीएफ, यूडीएफ दोनों को हराना होगा। പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ യുവാക്കൾ തൊഴിലന്വേഷിച്ച് കേരളം വിട്ടുപോകുന്നത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന സംഗതി ആണ്. ജോലി തേടി കേരളം വിട്ടുപോകുന്നവരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ വ്യവസായങ്ങൾ വളരണം, സേവന മേഖല വളരണം, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് അവസരം കിട്ടണം, യുവാക്കളുടെ കഴിവുകൾക്ക് യഥാർത്ഥ മൂല്യം കിട്ടണം. എന്നാൽ ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് ഇവിടുത്തെ അഴിമതിയും വർഗീയതയുമാണ്. അഴിമതിയുടെയും വർഗീയതയുടെയും മതിലുകൾ തകരുമ്പോൾ മാത്രമേ കേരളം വികസിക്കുകയുള്ളൂ. അതിനാൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അഴിമതിയുടെയും വർഗീയതയുടെയും മതിലുകൾ തകർക്കാൻ നിങ്ങൾ ഇടതുമുന്നണിയെയും വലതുമുന്നണിയെയും തോൽപ്പിക്കണം. एनडीए सुहृदगणे, रोजगार की तलाश में यहां से लाखों युवा विदेशों में भी गए हैं। एनआरआई के तौर पर भी वो केरलम की सेवा करते हैं। यहां अपनी आय का बड़ा हिस्सा रेमिटेंस के तौर पर भेजते हैं। इसी का परिणाम है ये क्षेत्र बैंकिंग कैपिटल बनकर उभरा है। लेकिन कांग्रेस ने आपके और आपके संबंधियों के खिलाफ एक बहुत खतरनाक काम किया है। मैं विस्तार से आपको ये बात आज बताना चाहता हूं। പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് തൊഴിലന്വേഷിച്ച് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് വിദേശത്തേക്ക് പോയിട്ടുള്ളത്. അവർ വിദേശത്തിരുന്നും കേരളത്തെ സേവിക്കുന്നുണ്ട്. അവരുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്കും അവർ നാട്ടിലേക്ക് ബാങ്കുകൾ വഴി അയക്കുകയാണ്. ഇതിന്റെ ഫലമായി നമ്മളുടെ പ്രാദേശിക ബാങ്കുകളുടെ മൂലധനം കൂടിയിട്ടുണ്ട്. ഈ പ്രദേശം ഒരു ബാങ്കിംഗ് തലസ്ഥാനമായും മാറിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസുകാർ നിങ്ങളോടും നിങ്ങളുടെ ബന്ധുക്കൾക്കുമെതിരെ ചെയ്ത വലിയ അപകടകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിശദമായി ഇനി ചർച്ച ചെയ്യാം. एनडीए सुहृदगणे, वेस्ट एशिया के युद्ध संकट ने कांग्रेस और उसके साथी दलों के मंसूबों को एक्सपोज कर दिया है। आज पूरा देश देख रहा है खाड़ी के देशों में कैसे हालात बने हुए हैं और वहां हमारे लाखों लोग, केरल के मेरे भाई बहन वहां काम कर रहे हैं। लेकिन कांग्रेस के बड़े बड़े नेता जानबूझकर ऐसे बयान देते हैं जिनसे वेस्ट एशिया में रहने वाले भारतीयों की सुरक्षा खतरे में पड़ जाए, वहां के लोगों के बीच में अविश्वास पैदा हो जाए। वहां की सरकार, ये तो हमारी दोस्ती अच्छी है कि गल्फ की सभी सरकारें हमारे सभी भारतीयों को अपने ही परिवार मान करके उनकी रक्षा कर रहे हैं। लेकिन यहां से ऐसी ऐसी भाषा बोली जा रही है, ऐसी भड़काऊ बातें हो रही है, मैं उनको कह करके थक गया। ये बोलने का समय नहीं है। ये हमारे लाखों भाई बहन वहां है ना, उनकी सुरक्षा ये हमारी सबसे पहला दायित्व है।
सबसे बड़ी प्रायोरिटी है। कृपा करके अनाप शनाप बोलना बंद करो, ताकि हमारे नौजवानों को, हमारी बेटियों को वहां कोई तकलीफ ना हो। പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം കോൺഗ്രസിന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും പദ്ധതികൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ എന്താണ് എന്ന് ഇന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള അപകടകരമായ പ്രസ്താവനകളാണ് കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കൾ മനഃപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളും നമ്മളുമായുള്ള സൗഹൃദം വളരെ ശക്തമാണ്. അവർ ഭാരതീയരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കണ്ട് സുരക്ഷിതത്വം ഒരുക്കാനും അവർ തയ്യാറാണ്. എന്നാൽ ഇന്ന് കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കന്മാർ അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള അപകടകരമായ പ്രസ്താവനകൾ മനഃപൂർവ്വം ചെയ്യുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു മടുത്തു. ഇത് പ്രസ്താവനയ്ക്കുള്ള സമയമല്ല. നമുക്ക് ഏറ്റവും പ്രധാനം നമ്മളുടെ യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ, അമ്മമാരുടെ, നമ്മുടെ മക്കളുടെ ഒക്കെ സുരക്ഷയാണ് പ്രധാനം. ദയവ് ചെയ്ത് അനാവശ്യ പ്രസ്താവനകൾ നടത്തരുത് എന്ന് ഞാൻ അവരോട് പറയുകയാണ്. एनडीए सुहृदुक्കളെ, कांग्रेस चाहती है कि वेस्ट एशिया के देश भारत को अपना दुश्मन समझ ले। हम यहां कोई ऐसी गलती कर दे, कुछ ऐसा बयान कर दे और गल्फ कंट्री से भारतीयों को वहां से बाहर निकलने के लिए मुसीबत आ जाए। इसलिए कांग्रेस गल्फ कंट्रीज को नाराज करने वाले बयान दे रही है। कांग्रेस चाहती है कि पैनिक फैले और उसे मोदी को गाली देने का मौका मिल जाए। अरे कांग्रेस के लोगों, एलडीएफ के लोगों, यूडीएफ के लोगों, अरे राजनीति अपनी जगह पे है। अरे चुनाव आते जाते रहेंगे, लेकिन मेरे केरलम के लाखों भाई बहन वहां है। मेरे लिए उनकी सुरक्षा ये सबसे बड़ा काम है और मैं इसके लिए कमिटेड हूं। പ്രിയപ്പെട്ടവരെ, ഗൾഫ് രാജ്യങ്ങൾ ഭാരതത്തെ ശത്രു രാജ്യമായി കണ്ട് ഭാരതീയരെ പുറത്താക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹം. ഇതിനായി അവർ ഗൾഫ് രാഷ്ട്രത്തലവന്മാരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ മനഃപൂർവ്വം നടത്തുകയാണ്. അവരാഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭ്രമം സൃഷ്ടിച്ചാൽ, അവരെ പ്രകോപിതരാക്കിയാൽ മോദിയെ വിമർശിക്കാൻ അവസരം കിട്ടുമെന്നാണ് അവർ കരുതുന്നത്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരോട് പറയാനുള്ളത്, തിരഞ്ഞെടുപ്പ് വരും പോകും, അതൊന്നുമല്ല പ്രശ്നം. നമ്മളുടെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് പ്രശ്നം. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനായി മോദി പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാവരുടെയും സുരക്ഷിതത്വം ഞാൻ ഉറപ്പാക്കുകയും ചെയ്യും. चुनाव जीतने के लिए, मोदी को गाली देने के लिए कांग्रेस 1 करोड़ प्रवासियों का जीवन संकट में डालने को तैयार बैठी है। उधर ईरान में हमारे फिशरमैन केरल के हैं, तमिलनाडु के हैं, गोवा के हैं, आंध्र तेलंगाना के हैं, पुडुचेरी के हैं, उनकी जिंदगी खतरे में। हम वहां के संकट में से उनको बाहर ले आ रहे हैं। आज सैकड़ों की तादाद में मेरे मछुआरे भाई बहन भारत लौटने वाले हैं। हमारे लिए उनकी जिंदगी बचाना ये महत्वपूर्ण है। बयानबाजी करने के लिए अरे बहुत मौके आएंगे। अभी तो हमारे लोगों की, हमारे मछुआरे भाई बहनों को हमें जिंदा वापस लाना है। कांग्रेस को इन सारी चीजों से कोई लेना देना नहीं। बस चुनाव चुनाव चुनाव। क्या देश के लोगों की चिंता नहीं करोगे? कांग्रेस को इस स्वार्थी सियासत के लिए केरलम के लोगों से माफी मांगनी चाहिए। पाप कर रहे हो। പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ, മോദിയെ വിമർശിക്കാൻ നമ്മുടെ രാജ്യത്തെ 1 കോടിയോളം വരുന്ന പ്രവാസികളായ ഭാരതീയരുടെ ജീവൻ കോൺഗ്രസുകാർ അപകടത്തിലാക്കുകയാണ്. ഇറാനിൽ നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിലെ, തമിഴ്നാട്ടിലെ, ആന്ധ്രയിലെ, ഗോവയിലെ, തെലങ്കാനയിലെ ഒക്കെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവരെ ജീവനോടെ പുറത്തെത്തിക്കാൻ ഭാരത സർക്കാർ
വലിയ കഷ്ടപ്പാടുകളും പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് നമ്മളുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഞാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് പ്രസ്താവനകൾ നടത്താൻ ഇനിയും അവസരം കിട്ടും. പക്ഷേ നമ്മളുടെ ആദ്യ പരിഗണന എന്നുള്ളത് നമ്മളുടെ സഹോദരങ്ങളെ ജീവനോടെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് ഇതേപ്പറ്റിയൊന്നും യാതൊരു ആലോചനയുമില്ല, ഇതിനോട് അവർക്ക് യാതൊരു ചിന്തയുമില്ല. തിരഞ്ഞെടുപ്പ് 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 എന്ന ചിന്ത മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ഈ സ്വാർത്ഥ രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ കുരുതി കൊടുക്കുന്ന പ്രസ്താവനകളുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.